الحمد لله الحمد لله الذي أنزل القرآن في شهر رمضان هدى للناس وبينات من الهدى والفرقان. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ച റബ്ബിന്റെ ആജ്ഞാനിരോധങ്ങൾ വിധിവിലക്കുകൾ ജീവിത ഇടപാടുകളിലുടനീളം പാലിച്ചുകൊണ്ടും തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് റൂഹ് പിരിയുന്ന നേരം വരെയും നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുക. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് ജീവിക്കുന്ന അല്ലാഹുവിന്റെ സച്ചരിതരായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും മരണം മുസ്ലിമായ അവസ്ഥയിലായിരിക്കുകയും നാളെ സജ്ജനങ്ങളോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കുകയും മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹു സജ്ജമാക്കി വെച്ചിട്ടുള്ള പടച്ചവന്റെ ജന്നാത്തുൽ ഫിർദൗസ് അനന്തരമെടുക്കാനുള്ള ഭാഗ്യം നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ആദരണീയമായ മാസത്തിലേക്ക് റബ്ബ് നമ്മളെ ഒരിക്കൽ കൂടി എത്തിച്ചിരിക്കുകയാണ്. നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രാർത്ഥനയുമായിരുന്നു ആയുസ്സിൽ ഒരു റമദാനിലെ കൂടി അനുഭവിക്കാനുള്ള അവസരം ലഭിക്കണമെന്നത്. പടച്ച റബ്ബ് ആ ആഗ്രഹം സാധിച്ചു തരികയും നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്തതിന്റെ ഫലമാണ് പരിശുദ്ധ റമദാനിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് അവസരമുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിന്റെ അവസാനം വരെയും നമ്മുടെയൊക്കെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു തരികയും പൂർണ്ണാരോഗ്യത്തോടു കൂടി റമദാനിന്റെ എല്ലാ സൽഫലങ്ങളും നേടിയെടുക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാനിന്റെ വരവിൽ അങ്ങേയറ്റം നമ്മൾ സന്തോഷിക്കുന്നുണ്ട്. നമ്മുടെ അകം വല്ലാത്ത ആനന്ദം അനുഭവിക്കുന്നുണ്ട്. റമദാനിന്റെ നന്മകൾ നേടിയെടുക്കുന്ന വിഷയത്തിൽ സഹോദരങ്ങൾ ജാഗ്രത പാലിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലേക്ക്
ഒരു കുളിർമഴയായിട്ടാണ് അള്ളാഹുവിന്റെ മാസം കടന്നു വന്നിട്ടുള്ളത്. ഈ വെയില് കൊണ്ട് വരണ്ട് വിണ്ട് കീറിക്കിടക്കുന്ന ഭൂമിയിലേക്ക് പെയ്യുന്ന മഴ ഉണ്ടല്ലോ, ആകെ ഊഷരമായി കിടക്കുന്ന ഭൂമിയിലേക്ക് വെയിലിന്റെ ചൂട് കൊണ്ട് വരണ്ട് വിണ്ട് കീറി കിടക്കുന്ന ആ മരുഭൂമിയിലേക്ക് അല്ലെങ്കിൽ ആ മണ്ണിലേക്ക് പെയ്യുന്ന മഴയെക്കുറിച്ച് പറയാൻ അറബികൾ പ്രയോഗിക്കുന്ന ഒരു പദം റമദ് എന്നതാണ്. റമദ് എന്നതാണ്. ആ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴക്കാലമായി നമുക്ക് റമദാനിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ വരണ്ട് വിണ്ട് കീറിക്കിടക്കുന്ന തരിശായി കിടക്കുന്ന മനുഷ്യന്റെ മനസ്സുകളിലേക്ക് അള്ളാഹുവിന്റെ കുളിർമഴയായി റമദാൻ പെയ്തിറങ്ങുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അള്ളാഹുവിന്റെ ആ അനുഗ്രഹീതമായ ആ അനുഗ്രഹങ്ങളുടെ അതിവർഷം അനുഭവിക്കാനുള്ള അവസരമാണ് അള്ളാഹു എനിക്കും നിങ്ങൾക്കുമൊക്കെ നൽകിയിരിക്കുന്നത്. അള്ളാഹുവിനോട് ധാരാളമായി നമ്മൾ ശുക്ർ ചെയ്യുക. റമദാനിന്റെ നന്മകൾ ധാരാളമായി നമ്മൾ പ്രയോജനപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആദരണീയമായ മാസത്തിന്റെ മഹത്വവും അതിന്റെ പ്രാധാന്യവും, ഈ മാസത്തിൽ അള്ളാഹു അവന്റെ അടിയാറുകൾക്ക് വേണ്ടി കരുതി വച്ചിട്ടുള്ള അനുഗ്രഹങ്ങളുടെ ആ ഒരു ആഴവും പരപ്പുമൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ശൈലിയിൽ അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതൊക്കെ വേണ്ട വിധം പഠിച്ചും ഉൾക്കൊണ്ടും റമദാനിന്റെ അമൂല്യവും അനുഗ്രഹീതവുമായ ഈ അവസരത്തെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ജാബിർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്ത ഒരൊറ്റ ഹദീസിൽ തന്നെ റമദാനിന്റെ 5 അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഈ ഉമ്മത്തിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത നൽകിയത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഹദീസ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഉഅതിയത്ത് ഉമ്മത്തി ഫീ ശഹരി റമദാൻ ഖംസൻ. എന്റെ അടിയാറുകൾക്ക്, എന്റെ ഉമ്മത്തിന് ഈ റമദാൻ മാസത്തിൽ 5 അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നു. ലം യുഹ്തഹുന്ന നബിയ്യുൻ ഖബ്ലി. എനിക്ക് മുമ്പ് ഒരു പ്രവാചകനും അത് ലഭിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ പൂർവ്വ പ്രവാചകന്മാർക്കോ അവരുടെ അനുയായികൾക്കോ ലഭിച്ചിട്ടില്ലാത്ത സവിശേഷമായ 5 അനുഗ്രഹങ്ങളാണവ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മ വാഹിദത്തുൻ, അതിൽ ഒന്നാമത്തേത് ഫഇന്നഹു ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹരി റമദാൻ നദറല്ലാഹു തആല ഇലൈഹിം. റമദാനിലെ ആദ്യ രാവ് സമാഗതമായാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവരിലേക്ക് കണ്ണയക്കും. വമൻ നദറല്ലാഹു ഇലൈഹി ലം യുഅദ്ദിബുഹു അബദ. ആരെയൊക്കെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്, ലം യുഅദ്ദിബുഹു അബദ, അവരെ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും റബ്ബിന്റെ ശിക്ഷ അവരിൽ ബാധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടി വരികയില്ല. ഇത് റമദാനിന്റെ ആദ്യ പകലിന് മുമ്പുള്ള പ്രഥമ രാത്രിയിലാണ് പടച്ചവന്റെ ഈ നോട്ടം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മാസപ്പിറവി കാണുന്ന രാവിലെ അതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ കാരുണ്യത്തോടു കൂടിയുള്ള നോട്ടം ലഭിച്ചവരുടെ കൂട്ടത്തിൽ, ആ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ന് പറഞ്ഞാൽ വിശുദ്ധ റമദാൻ ആരംഭിക്കുന്നത് തന്നെ എത്ര വലിയ അനുഗ്രഹത്തോടു കൂടിയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. വഅമ്മ സാനിയ, രണ്ടാമതായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഫഇന്ന ഹലൂഫ അഫ്വാഹിഹിം ഹീന യുംസൂന അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. നോമ്പുകാരൻ നോമ്പെടുക്കുമ്പോ വായിൽ നിന്നും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗന്ധമുണ്ടല്ലോ. ഒരുപാട് സമയം രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങളൊക്കെ വർജിക്കുമ്പോൾ എത്ര തന്നെ നമ്മൾ ശ്രദ്ധിച്ചാലും നോമ്പുകാരന്റെ വായിൽ നിന്നും ഒരു ദുർഗന്ധം ഉണ്ടാവുക സ്വാഭാവികമാണ്. അതിനെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആ ഗന്ധമുണ്ടല്ലോ, ഹീന യുംസൂൻ അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. ആ ഗന്ധം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കസ്തൂരിയേക്കാൾ അള്ളാഹുവിന് പ്രിയങ്കരമാണ് എന്ന്. കസ്തൂരിയേക്കാൾ അള്ളാഹുവിന് പ്രിയങ്കരമാണ് ആ നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന ഗന്ധം എന്ന് പറഞ്ഞാൽ നോമ്പുകാരനെ അള്ളാഹു എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ഈ ഒരു വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും നമ്മുടെ ആ ഒരു വൈകുന്നേരത്തെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ആ ഒരു ദുർഗന്ധത്തെ കുറിച്ച് നമ്മൾ അസ്വസ്ഥരാകേണ്ടതില്ല. അള്ളാഹുവിനെ അനുസരിക്കുന്നത് മൂലമുണ്ടാകുന്ന ഈ ഒരു അവസ്ഥ ഒരിക്കലും വെറുതെയാകില്ല എന്ന ബോധ്യം ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അത് കസ്തൂരിയേക്കാൾ സുഗന്ധമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. നാളെ മഹ്ശറിൽ
നോമ്പുകാരായ വിശ്വാസികളെ തിരിച്ചറിയാനുള്ള അടയാളമായിരിക്കും ഈ സുഗന്ധം എന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇദാകാന യൗമുൽ ഖിയാമ, ഇദാകാന യൗമുൽ ഖിയാമ, യൗമുൽ ഖിയാമത്ത് ആസന്നമായാൽ യഖ്റുജു സുവാമു മിൻ ഖുബൂരിഹിം യുഗ്റഫൂന ബിരീഹി സിയാബിഹിം, അന്ത്യനാളിൽ നോമ്പുകാർ തങ്ങളുടെ ഖബറുകളിൽ നിന്നും ബർസഖുകളിൽ നിന്നും പുറത്തു വരും, വ്രത സുഗന്ധത്താൽ അവർ തിരിച്ചറിയപ്പെടും. യുഗ്റഫൂന ബിരീഹി സിയാബിഹിം, ആ വ്രത സുഗന്ധത്താൽ അവർ തിരിച്ചറിയപ്പെടുമെന്ന്. അഫ്വാഹിഹിം അത്യബു മിൻ റീഹിൽ മിസ്ക്, അവരുടെ വായയുടെ ഗന്ധം കസ്തൂരിയേക്കാൾ സുഗന്ധമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നോമ്പ് നോറ്റതിന്റെ പേരിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് അവരുടെ വായയിൽ നിന്നുണ്ടാകുന്ന ആ ദുർഗന്ധമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ അഫ്വാഹും അത്യബു മിൻ റീഹിൽ മിസ്ക്, കസ്തൂരിയേക്കാൾ അത് സുഗന്ധമായുള്ളതായിരിക്കും. എന്നിട്ട് അവർക്ക് സുഗന്ധമുള്ള പാനപാത്രങ്ങളും ഭക്ഷണ തളികകളും യൗമുൽ ഖിയാമത്തിൽ അവർക്ക് നൽകപ്പെടും. ഫയുഖാലു ലഹും, എന്നിട്ട് അവരോട് പറയപ്പെടും, കുലു ഫഖദ് ജുഅതും വശ്റബു ഫഖദ് അതിഷ്തും വയകുലൂന വയശ്റബൂൻ, അവരോട് പറയപ്പെടുമെന്നാണ്, അവരോട് വിളിച്ചു പറയപ്പെടുമെന്നാണ്, നിങ്ങൾ യഥേഷ്ടം ഭക്ഷിച്ചു കൊള്ളുക, നിങ്ങൾ ധാരാളമായി നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക, കാരണം നിങ്ങൾ ഫഖദ് ജുഅതും, നിങ്ങൾ ധാരാളമായി വിശപ്പ് അനുഭവിച്ചു നോമ്പെടുത്തുകൊണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വശ്റബു, നിങ്ങൾ ധാരാളമായി കുടിച്ചുകൊള്ളുക, ഫഖദ് അതിഷ്തും, നിങ്ങൾ ധാരാളമായി നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ധാരാളമായി ദാഹം സഹിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഭക്ഷിക്കുകയും കുടിച്ചുകൊള്ളുകയും ചെയ്യുക എന്ന് അവരോട് വിളിച്ചു പറയും. അങ്ങനെ വയകുലൂന വയശ്റബൂൻ, ആ പാനീയങ്ങളും ആ ഭക്ഷണങ്ങളും ഒക്കെ അവർ അതിൽ നിന്ന് അവർ തിന്നുകയും കുടിക്കുകയും ചെയ്യുമെന്ന്. വന്നാസു മുഗലഖൂന ഫിൽ ഹിസാബി ഫീ ഗിനാഇൻ വളമൈൻ, ആ സന്ദർഭത്തിൽ നോമ്പെടുത്തവർ ഇങ്ങനെ ഈ സ്വർഗീയമായ ഈ ആനന്ദം നാളെ പരലോകത്ത് അനുഭവിക്കുമ്പോൾ മറ്റു ജനവിഭാഗങ്ങളെ കുറിച്ച് പറയുകയാണ്. വന്നാസു മുഗലഖൂന ഫിൽ ഹിസാബി ഫീ ഗിനാഇൻ വളമൈൻ, ആളുകളൊക്കെ ആ സമയത്ത്, ജനങ്ങളൊക്കെ ആ സമയത്ത് കഠിനമായ വിശപ്പ് സഹിച്ച് അങ്ങേയറ്റത്തെ ദാഹം സഹിച്ചുകൊണ്ട് വിചാരണ നേരിടുകയായിരിക്കും എന്നാണ് പറയുന്നത്. ഈ സന്ദർഭത്തിലാണ് നോമ്പുകാർക്ക് അള്ളാഹു നൽകുന്ന ഈ അനുഗ്രഹത്തെ സംബന്ധിച്ച്, ഈ കുടിക്കാനും തിന്നാനും യഥേഷ്ടം നൽകുന്ന ഈ ഒരു അസുലഭ സന്ദർഭത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന സന്തോഷ വാർത്ത. ഇതാണ് രണ്ടാമതായുള്ള പ്രവാചകന്റെ സന്തോഷ വാർത്ത. വഅമ്മ സാലിസ, മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്നൽ മലായികത തസ്തഗ്ഫിറു ലഹും ഫീ കുല്ലി യൗമിൻ വലൈല, നോമ്പുകാർക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകൾ രാപ്പകൽ ഭേദമന്യേ മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. വിശ്വാസികൾക്ക് വേണ്ടി നമുക്കറിയാം അർശിന്റെ വാഹകരായ മലക്കുകളുടെ പ്രാർത്ഥനയെ കുറിച്ച് സൂറത്ത് ഗാഫിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലേ? അല്ലദീന യഹ്മിലൂന അർശ വമിൻ ഹൗലിഹി യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുമിനൂന ബി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ റബ്ബനാ വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമ ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം ربنا وادخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم. ദൈവിക സിംഹാസനത്തിന്റെ വാഹകരായ മലക്കുകൾ, അർശിന്റെ വാഹകരായ മലക്കുകൾ, അതുപോലെ തന്നെ വമൻ ഹൗലഹു, അതിനു ചുറ്റും നിലകൊള്ളുന്നവരും, അതിനു ചുറ്റും നിലകൊള്ളുന്ന ആളുകളും അവരെ കുറിച്ച് പറയുന്നത് യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവർ അല്ലാഹുവിനെ തങ്ങളുടെ നാഥനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. വയുമിനൂന ബി, അവർ ആ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. അത് മാത്രമല്ല അവർ ചെയ്യുന്നത്, വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, അവർ സത്യവിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ റബ്ബന വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമ, പടച്ചവനെ എല്ലാ സംഗതികളും കാരുണ്യം കൊണ്ടും ജ്ഞാനം കൊണ്ടും നീ സകലതിനെയും സകല വസ്തുക്കളെയും നീ വലയം ചെയ്തിരിക്കുകയാണല്ലോ, അതുകൊണ്ട് നാദ വഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം, പടച്ചവനെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, നാദാ കാരുണ്യം കൊണ്ടും ജ്ഞാനം കൊണ്ടും നീ സകല വസ്തുക്കളെയും വലയം ചെയ്തിരിക്കുകയാണല്ലോ, അതുകൊണ്ട് റബ്ബെ പാശ്ചാത്തപിക്കുന്ന, അതുപോലെ തന്നെ നിന്റെ സന്മാർഗം പിന്തുടരുകയും ചെയ്തവരെ പാപമുക്തരാക്കണം, നീ അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം. വഖിഹിം അദാബൽ ജഹീം, അവരെ നീ നരക ശിക്ഷയിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യണം. പടച്ചവനെ റബ്ബനാ വഅദ്ഖിൽഹും ജന്നാത്തി അദ്നിൻ ലത്തി വഅദ്തഹും, പടച്ചവനെ നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗീയ ആരാമങ്ങളിൽ ആ അടിയാറുകളെ നീ പ്രവേശിപ്പിക്കണമേ നാഥ. വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം, അവരെ മാത്രമല്ല അവരുടെ പിതാക്കളിലും അവരുടെ ഇണകളിലും അവരുടെ സന്തതികളിലും സച്ചരിതരായവരെയും അവരോടൊപ്പം നീ ചേർത്ത് കൊടുക്കണം റബ്ബേ. വഖിഹിമുസ് സയ്യിആതി വമൻ തഖിസ് സയ്യിആതി യൗമഇദിൻ ഫഖദ് റഹിംതഹു, അവരെ നീ തിന്മകളിൽ നിന്നും കാക്കണം. പുനരുദ്ധാന നാളിൽ നീ തിന്മകളിൽ നിന്നും ഒരാളെ കാത്തു കഴിഞ്ഞാൽ
അവരോട് നീ വലിയ കാരുണ്യം ചെയ്തു. അപ്പൊ തൗബ ചെയ്യുക, പടച്ചവന്റെ ദീനിന്റെ മാർഗത്തിൽ ചരിക്കുന്ന, തൗബ ചെയ്യുകയും പടച്ചവന്റെ ദീനിന്റെ മാർഗത്തിൽ ചരിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾക്ക് വേണ്ടിയുള്ള മലക്കുകളുടെ ഈ പ്രാർത്ഥന റമദാനിൽ 10 മടങ്ങ് വർദ്ധിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകുന്ന സന്തോഷ വാർത്ത. അവർ അള്ളാഹുവിനെ സ്തുതിച്ച് പടച്ചവന് തസ്ബീഹ് ചെയ്ത് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലാണ് സാധാരണ ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നത്. എന്നാൽ റമദാൻ സമാഗതമായാൽ, റമദാനിന്റെ ചന്ദ്രക്കല ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളോട് പറയും പോലും ഇദാ ദഖല ശഹ്റു റമദാൻ, റമദാൻ ആഗതമായാൽ അമറല്ലാഹു ഹംലത്തുൽ അർശ്, അർശിന്റെ വാഹകരായ അർശിനെ ചുമന്നുകൊണ്ടിരിക്കുന്ന മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കും യകുഫു അനി തസ്ബീഹ്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തസ്ബീഹ് ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രകീർത്തനങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ തൽക്കാലം നിർത്തിവെക്കുക. എന്നിട്ട് യസ്തഗ്ഫിറു ലി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് മുഹമ്മദിന്റെ ഉമ്മത്തിന് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൽപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, മഹാനായ പണ്ഡിതൻ സലീം ഇബ്നു ഈസാ റളിയല്ലാഹു അൻഹു ഈ അവസ്ഥയെ കുറിച്ച് പറയുന്നത് മാ അക്റമൽ മുഅ്മിനു അലല്ലാഹ്, എന്തൊരു വലിയ ആദരവും പരിഗണനയുമാണിത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. പടച്ചവൻ സത്യവിശ്വാസികൾക്ക് നൽകുന്ന എത്രമാത്രം വലിയ പരിഗണനയും ആദരവുമാണിത്. നായിമൻ അലാ ഫിറാശിഹി വൽ മലായികതു യസ്തഗ്ഫിറൂന ലഹു, അവരുടെ വിരിപ്പുകളിൽ ഉറങ്ങുകയാണ്, അല്ലെ? വിരിപ്പുകളിൽ അവർ വിശ്രമിക്കാൻ വേണ്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പോലും അള്ളാഹുവിന്റെ മലായിക്കുകൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ രാവും പകലും മലക്കുകൾ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് മഗ്ഫിറത്ത് തേടിക്കൊണ്ടിരിക്കുകയാണ്. യഹ്യ ഇബ്നു മുആദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഇന്ന മലക്കൻ വാഹിദൻ ലൗ സഅലല്ലാഹു അൻ യഗ്ഫിറ ലി ജമീഇൽ മുഅ്മിനീന ഗഫറ ലഹും, ഒരു മലക്ക് അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകളിൽ ഒരു മലക്ക് മാത്രമാണ് മുഴുവൻ മുഅ്മിനുകൾക്ക് വേണ്ടിയും ഇസ്തിഗ്ഫാർ ചെയ്യുന്നതെങ്കിൽ അതുപോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരൊറ്റ പ്രാർത്ഥന മതി പടച്ചവന് ആ മുഅ്മിനുകൾക്ക് പുറത്തു കൊടുക്കാൻ, അല്ലെ? എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് കൈഫ വ ജമീഉൽ മലായിക, എന്നിരിക്കെ മുഴുവൻ മലായികത്തുകളും വഹംലത്തുൽ അർശ്, അർശിനെ ചുമന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായ മലക്കുകളും യസ്തഗ്ഫിറൂന ലിൽ മുഅ്മിനീൻ, അവരെല്ലാവരും മുഅ്മിനുകൾക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തുക എന്ന് പറയുന്നത് എന്തുമാത്രം അനുഗ്രഹീതമായ അവസ്ഥയാണ് എന്ന് ഇദ്ദേഹം ആശ്ചര്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലായികത്തുകളുടെ അർശിന്റെ വാഹകരും പടച്ചവന്റെ മുഖറബീങ്ങളുമായ ആ മലായികത്തുകളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത്തെ അനുഗ്രഹത്തെ കുറിച്ച് പറയുകയാണ്, അല്ലാഹു സ്വർഗത്തോട് കൽപ്പിക്കുകയാണ്, സ്വർഗത്തോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. എന്താണ്? എന്റെ അടിയാറുകൾക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങിക്കൊള്ളുക എന്ന്. അണിഞ്ഞൊരുങ്ങിക്കൊള്ളുക. ഭൗതിക ജീവിതത്തിന്റെ ക്ലേശങ്ങളിൽ നിന്ന്, ഭൗതിക ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ എന്റെ ഭവനത്തിലേക്കും എന്റെ ഔദാര്യത്തിലേക്കും ഒക്കെ വിശ്രമിക്കാനായി അവർ കടന്നു വരാനായിരിക്കുന്നു. പ്രിയമുള്ളവരെ, നോമ്പുകാരായ വിശ്വാസികളെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ആതിഥേയനായ അള്ളാഹുവിങ്കിൽ നിന്നുള്ള വലിയ പ്രതീക്ഷയുടെ വർത്തമാനമാണ് ഈ പ്രവാചകൻ പങ്കുവെക്കുന്നത്. ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് പടച്ചവനെ നമ്മൾ ദുനിയാവിൽ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ക്ലേശങ്ങളിൽ നിന്നുമുള്ള വിമോചനത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്തയാണ് അഷ്റഫുൽ ഖൽഖ് നമുക്ക് നൽകുന്നത്. സത്യവിശ്വാസികളെ കാത്തിരിക്കുന്ന സ്വർഗത്തെ കുറിച്ച് അള്ളാഹു നൽകുന്ന സന്തോഷ വാർത്ത മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നൽ ജന്നത ലതുസയ്യിനു ലി റമദാൻ മിൻ റഅസിൽ ഹൗലി ഇലൽ ഹൗൽ, റമദാനെ സ്വീകരിക്കാൻ വേണ്ടി സ്വർഗം അണിഞ്ഞൊരുങ്ങുമെന്നാണ്. ഒരു വർഷാരംഭം മുതൽ വർഷത്തിന്റെ അടുത്ത വർഷാരംഭം വരെ. ഫഇദാ കാന അവ്വലു യൗമിൻ മിൻ റമദാൻ, അങ്ങനെ റമദാനിന്റെ ആദ്യ ദിനം ആഗതമായാൽ ഹബ്ബത്ത് റീഹും മിൻ തഹ്തിൽ അർശ്, അർശിന്റെ ചുവട്ടിലൂടെ ഒരു സുഗന്ധമാരുതൻ വീശാൻ തുടങ്ങും, ഒരു സുഗന്ധമുള്ള കാറ്റിങ്ങനെ വീശാൻ തുടങ്ങും. ഫസഫഖത്ത് വറഖ അശ്ജാരിൽ ജന്ന, ആ കാറ്റുകൾ, ആ സുഗന്ധമാരുതൻ സ്വർഗീയ ആരാമങ്ങളിലെ മരങ്ങളുടെ ഇലകളെ തഴുകിക്കൊണ്ട് കടന്നു പോകും. സ്വർഗത്തിലെ തരുണീമണികളായ സുന്ദരികൾ അത് കാണുമ്പോ ഫയഖൂൽ, അവർ ചോദിക്കും സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്കുകളോട്, യാ റിളവാനുൽ ജന്ന,
സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്കുകളെ, മാ ഹാദിഹിൽ ലൈല, എന്താണ് ഈ രാവിന്റെ പ്രത്യേകത എന്ന് അവർ ചോദിക്കുമ്പോൾ അവർ മറുപടി പറയും, ഫഖാല ഹാദിഹി അവ്വലു ലൈലത്തിൻ മിൻ ശഹരി റമദാൻ ഫുതിഹത് അബ്വാബുൽ ജന്നത്തി ലിസ്വായിമീന മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് റമദാനിന്റെ ആദ്യ രാവാണ്. റമദാനിന്റെ ആദ്യ രാവാണ്. മുഹമ്മദിന്റെ ഉമ്മത്തിലെ നോമ്പുകാർക്ക് വേണ്ടി അള്ളാഹുവിന്റെ ജന്നത്തിന്റെ കവാടങ്ങളൊക്കെ തുറന്നിടുന്ന രാവാണ്. സ്വർഗവാതിലുകളിലെ ഒരു പ്രത്യേകമായ കവാടത്തെ അള്ളാഹു നോമ്പുകാർക്ക് വേണ്ടി തയ്യാറാക്കിയതിനെ സംബന്ധിച്ച് പ്രവാചകൻ സന്തോഷ വാർത്ത നൽകിയല്ലോ. ഇന്ന ഫിൽ ജന്നത്തി സമാനിയത അബ്വാബ് വഫീഹി ബാബുൻ യുഖാലു ലഹു റയ്യാൻ യദ്ഖുലു ഫീഹി സ്വായിമൂൻ യൗമുൽ ഖിയാമ ലാ യദ്ഖുലു മിൻഹു അഹദൻ ഗൈറു. സ്വർഗത്തിന് 8 വാതിലുകൾ ഉണ്ട് എന്നാണ്. ഇന്ന ഫിൽ ജന്നത്തി സമാനിയത അബ്വാബ്, 8 വാതിലുകൾ ഉണ്ട് എന്നാണ്. അതിലൊരു കവാടം വഫീഹി ബാബുൻ, അതിലൊരു കവാടത്തിന്റെ പേര് റയ്യാൻ എന്നാണ്. റയ്യാൻ എന്ന് പറഞ്ഞാൽ ദാഹശമനം, ദാഹമകറ്റുന്നത് എന്നാണ്. അപ്പൊ ദാഹശമനം വരുത്തുന്ന വാതിൽ. നോമ്പുകാര് മാത്രമല്ല, അന്ത്യനാളിൽ നോമ്പുകാര് പ്രവേശിക്കുന്ന സ്വർഗത്തിന്റെ പ്രത്യേകമായ കവാടമാണ് റയ്യാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ലാ യദ്ഖുലു മിൻഹു അഹദൻ ഗൈറു, നോമ്പുകാരല്ലാത്ത മറ്റാർക്കും ആ വാതിലിലൂടെ സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന് പ്രവാചകൻ. ആ വാതിലിങ്ങളെ യൗമുൽ ഖിയാമത്തിൽ വിളിച്ചു ചോദിക്കുമ്പോഴും ഐന സ്വായിമൂൻ, ഐന സ്വായിമൂൻ, എവിടെ നോമ്പുകാർ, എവിടെ നോമ്പുകാർ എന്ന് ആ വാതിൽ വിളിച്ചു ചോദിക്കുമെന്ന്. പ്രിയമുള്ളവരെ, റയ്യാൻ എന്ന ആ പ്രത്യേകമായ സ്വർഗ കവാടത്തിലൂടെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ അമ്മൽ ഖാമിസ, അഞ്ചാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിന്റെ പ്രത്യേകത പറയുന്നത്, അനുഗ്രഹങ്ങൾ പറയുന്നത്, ഫഇന്നഹു ഇദാ കാന ആഖിറു ലൈലത്തിൻ വഫറല്ലാഹു ലഹും ജമീഅ, റമദാനിന്റെ അവസാന രാവ് ആഗതമായാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നോമ്പുകാർക്ക് അവരുടെ എല്ലാ പാപങ്ങളും ഒന്നായി പുറത്തു കൊടുക്കുമെന്ന്. നോമ്പിലൂടെ നമസ്കാരവും നോമ്പുമായി, ഖുർആൻ പാരായണവും പഠനങ്ങളുമായി, തൗബയും ഇസ്തിഗ്ഫാറുമായി, പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളുമായി മുഅ്മിനിന്റെ റമദാൻ അവസാനിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പൊതുമാപ്പിനെ കുറിച്ചുള്ള സന്തോഷ വാർത്തയാണ് വിശ്വാസികളെ കാത്തിരിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, പിറവിക്കുഞ്ഞിന്റെ പരിശുദ്ധിയോടുകൂടി, പാപമുക്തമായ ഹൃദയത്തോടുകൂടി ആദരണീയമായ റമദാനിനെ യാത്രയാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് അവസരം നൽകിയിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ, നമ്മളിൽ നിന്ന് വീഴ്ചകൾ സംഭവിക്കുമ്പോൾ, അതിലൊക്കെ നമ്മുടെ ഹൃദയമാകുന്ന ആ തൂവെള്ള വസ്ത്രത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നതിനെ സംബന്ധിച്ച് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഒരു തൂവെള്ള വസ്ത്രത്തിൽ കറുത്ത പുള്ളികൾ ഇങ്ങനെ വീണ് അരുതായ്മകളുടെ ആധിക്യം മൂലം അതിങ്ങനെ കറുത്ത്, ആ കറുത്ത കുത്തുകൾ വർദ്ധിച്ച അവസാനം ഇരുണ്ടു പോകുന്ന അവസ്ഥ. ആ ഇരുണ്ടു പോകുന്ന മനുഷ്യ ഹൃദയമാകുന്ന വെള്ള വസ്ത്രത്തോട് ഉപമിച്ച ആ മനുഷ്യ ഹൃദയം ഇരുണ്ടു പോയതിനെ എല്ലാ കറകളും കഴുകിക്കളഞ്ഞ് അതിന്റെ ആദിമ വിശുദ്ധി നേടിയെടുക്കുവാനുള്ള അവസരമായിട്ടാണ്, വീണ്ടെടുക്കാനുള്ള അവസരമായിട്ടാണ് ആദരണീയമായ മാസത്തെ അള്ളാഹു വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഇതുപോലുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള ആ ഒരു ഈ റമദാൻ, ഈ ഒരൊറ്റ ഹദീസിനാണ് അള്ളാഹു അവന്റെ അടിയാറുകൾക്ക് നൽകുന്ന 5 അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നത്. ഒന്ന്, പടച്ചവന്റെ കാരുണ്യത്തോടു കൂടിയുള്ള നോട്ടം. ലം യുഅദ്ദിബുഹു അഹദ, ലം യുഅദ്ദിബുഹു അബദ, ഒരിക്കലും പിന്നീട് അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമാകാത്ത അള്ളാഹുവിന്റെ കാരുണ്യത്തോടു കൂടിയുള്ള നോട്ടം. രണ്ടാമത്തേത്, നോമ്പെടുക്കുന്നത് മൂലമുണ്ടാകുന്ന ദുർഗന്ധം. അത്തിയബു ഇൻദല്ലാഹി മിൻ റിഹിൽ മിസ്ക്, പടച്ചവന്റെ അടുത്തത് കസ്തൂരിയേക്കാൾ അള്ളാഹുവിന് പ്രിയങ്കരമാണെന്ന്. നാളെ മഹ്ശറിൽ നോമ്പുകാരെ സുഗന്ധം കൊണ്ട് തിരിച്ചറിയപ്പെടുമെന്ന്. യുറഫൂന ബിരിഹി സിയാമിഹിം, ആ നോമ്പുകാരന്റെ വായനാറ്റം കൊണ്ട് നാളെ അവർ തിരിച്ചറിയപ്പെടുമെന്ന്. ജനങ്ങൾ വിശപ്പും ദാഹവും ഒക്കെ സഹിച്ചുകൊണ്ട് വിചാരണ നേരിടുമ്പോൾ നോമ്പുകാരുടെ മുന്നിലേക്ക് സുഗന്ധമുള്ള പാനപാത്രങ്ങളും ഭക്ഷണ തളികകളും നൽകപ്പെടുന്ന അവസ്ഥയുണ്ടാകുമെന്ന്. മൂന്നാമതായി പറഞ്ഞത്, പടച്ചവനെ സ്തുതിച്ചും അവന് പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ, വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളോട്, അർശിന്റെ വാഹകരും അല്ലാത്തവരുമായ മലക്കുകളോട്, മുഹമ്മദ്, അവരോട് തസ്ബീഹുകൾ നിർത്തിവെക്കുക, മുഹമ്മദിന്റെ ഉമ്മത്തിനു വേണ്ടി നിങ്ങൾ ഇനി ഇസ്തിഗ്ഫാറിൽ ഏർപ്പെടുക എന്ന് അള്ളാഹു കൽപ്പിക്കുമെന്ന്. സ്വർഗത്തോട് നോമ്പുകാരായ അടിയാറുകൾക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാൻ അള്ളാഹുവിന്റെ ആഹ്വാനം ഉണ്ടാകും. ഇസ്തഖിദ്ദി വതസയ്യനി ലിഇബാദി, എന്റെ അടിയാറുകൾക്ക് വേണ്ടി നിങ്ങൾ അണിഞ്ഞൊരുങ്ങിക്കൊള്ളുക. അവസാനമായി പടച്ചവനിൽ നിന്നുള്ള പൊതുമാപ്പിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത്, ഇതൊക്കെയും, ഈ അനുഗ്രഹങ്ങളൊക്കെയും കേവലം മണിക്കൂറുകൾ, ഏതാനും മണിക്കൂറുകൾ അന്നപാനീയങ്ങളിൽ നിന്ന് അകന്നു നിന്നാൽ മാത്രം ലഭ്യമാകുന്ന ഒന്നാണെന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല.
മറിച്ച് നോമ്പിന്റെ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് റമദാനിന്റെ എല്ലാ മഹത്വത്തെയും മാനിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ശരീരവും മനസ്സും തിരിച്ചു വെച്ച് ആമാശയത്തെ കൊണ്ട് മാത്രമല്ല നമ്മുടെ മുഴുവൻ അവയവങ്ങളെ കൊണ്ട് നോമ്പെടുപ്പിച്ച് നേടിയെടുക്കാൻ കഴിയണം. ഈ അനുഗ്രഹങ്ങൾ കേവലം പള്ളയ പട്ടിണി കിട്ടത് കൊണ്ട് മാത്രം ലഭിക്കുന്നതല്ല പടച്ചവന്റെ ഭാഗത്തുള്ള അനുഗ്രഹങ്ങൾ. മറിച്ച് നമ്മുടെ നോമ്പിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതെല്ലാം സൂക്ഷിച്ച് പാലിക്കേണ്ടതെല്ലാം പാലിച്ച് നമ്മുടെ എല്ലാ അവയവങ്ങളെയും നോമ്പെടുപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള തഖറുബ് നേടിയെടുക്കാൻ സാധിക്കുന്നവർക്കാണ് ഈ അനുഗ്രഹങ്ങളുടെ സൗഭാഗ്യങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ റമദാനിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന, എല്ലാ സൽഫലങ്ങളും അനുഭവിക്കാൻ കഴിയുന്ന, എല്ലാ പ്രതിഫലങ്ങളും കരസ്ഥമാക്കാൻ സാധിക്കുന്ന അള്ളാഹുവിന്റെ സച്ചരിതരായ അടിയാറുകളുടെ കൂട്ടത്തിൽ അവന്റെ മഹത്തായ ഫضل കൊണ്ട് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.